കലിപ്പൻ്റെ തുമ്പിപ്പെണ്ണ്. രചന അവതരണം മിത്രവിന്ദ. ഒരു വേലക്കാരിയെപ്പോലെ ഞാൻ ജീവിച്ചു ഇത്രയും കാലം ഇവിടെ. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ചു. എന്നിട്ട് എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നല്ലേ? എൻ്റെ പൊന്നു മോനെ, എന്നിൽ നിന്നും അടർത്തി മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? ഈ ലോകത്തിൽ എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞാണ്. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? എന്തിനാണ് ഈ കൊടിയ പാപം നിങ്ങൾ കാണിച്ചത്? കത്തുന്ന മിഴികളോടെ അവർ സരസ്വതി അമ്മയെ നോക്കി. ആ മുഖം താഴ്ന്നിരുന്നു. നാരായണ, നിന്നോട് ഞാൻ കാല് പിടിച്ച് ചോദിച്ചില്ലേ എൻ്റെ കുഞ്ഞെവിടെ പോയി? അവനെ കൂട്ടിക്കൊണ്ടുവന്ന്. അപ്പോൾ നീ എന്താണ് എന്നോട് പറഞ്ഞേ? അവൻ നിങ്ങളുടെ കൈവിടുവെച്ച് ഓടിപ്പോയെന്നല്ലേ? 6 വയസ്സ് പ്രായമുള്ള എൻ്റെ കുട്ടിയെ നിഷ്കരണം ഉപേക്ഷിച്ച് തള്ളിയിട്ടല്ലേടാ നീയൊക്കെ വന്നത്? ദേവമ്മയുടെ കൈ നാരായണൻ്റെ കവളിൽ പതിഞ്ഞു. ചേച്ചി, അയാളുടെ ശബ്ദം ചിലമ്പിച്ചു. ചേച്ചിയോ? ആരുടെ ചേച്ചി? നീയൊന്നും എന്നെ ഇനി അങ്ങനെ വിളിക്കരുത്. ദുഷ്ടശക്തികളാണ് നിങ്ങളെല്ലാവരും. എന്നോട് ഈ ക്രൂരത കാട്ടിയതിന് നിങ്ങൾ അനുഭവിക്കും, ഓരോരുത്തരായി അനുഭവിക്കും. ഇത് പറയുന്നത് ദേവകിയാണ്. 22 വർഷമായിട്ട് ഞാൻ ഉറക്കം വരാതെ ഈ പടിപ്പുരവാതിലിൽ കാതോർത്ത് കിടക്കും. എൻ്റെ മോൻ്റെ കാലച്ച കേൾക്കുന്നുണ്ടോയെന്ന് കാതു കൂർപ്പിക്കും. എന്നെങ്കിലും ഒരിക്കൽ ഈശ്വരൻ എൻ്റെ മകനെ എന്നിലേക്ക് എത്തിക്കണേയെന്ന് ആറ്റുനോറ്റ് പ്രാർത്ഥിച്ചുകൊണ്ട് ചങ്ക് പൊട്ടിയാണ് ഞാനിവിടെ കഴിഞ്ഞത്. അവർ പൊട്ടിക്കരയുകയാണ്. അമ്മേ, എൻ്റെ അമ്മ അനുഭവിച്ചതിനും അമ്മയുടെ ഓരോ തുള്ളി കണ്ണുനീരിനും ഞാനിവരോടൊക്കെ കണക്കി ഒതുക്കും. അതിനുത്തരം പറയാതെ കൊണ്ട് ഒറ്റ ഒരുത്തനും ഇവിടെ നിന്നിറങ്ങി പോവുകയില്ല. 2 ആഴ്ച ഞാൻ സമയം തരുന്നു. അതിനു മുന്നേ എല്ലാവരും ഇറങ്ങിക്കോണം. കേട്ടല്ലോ പറഞ്ഞത്? ധരൻ്റെ ശബ്ദം അവിടെ ആകെ മുഴങ്ങി. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. അമ്മേ, അവൻ ദേവമ്മയുടെ തോളിൽ കൈവച്ചു. നമുക്ക് ഇറങ്ങാം അമ്മേ. മറുപടിയൊന്നും പറയാതെ കൊണ്ടിരിക്കുവാണ് ദേവമ്മ. എന്താമ്മേ? ഏയ് ഒന്നുമില്ല മോനെ. ഈറൻ മിഴികൾ തുടച്ചു മാറ്റി അവർ മകൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേറ്റു. അമ്മയുടേതായിട്ട് ഒന്നും ഇവിടുന്ന് എടുക്കണ്ട. നമുക്കത് ആവശ്യമില്ല താനും. പാദത്തിൽ ഒരു മണൽത്തിരിയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഉപേക്ഷിച്ച് വേണം എൻ്റെ അമ്മ എൻ്റെ കൂടെ പോരേണ്ടത്. ലക്ഷ്മിയമ്മേ, പോവാം നമുക്ക്. അവൻ ദേവമ്മയെ ചേർത്ത് പിടിച്ച് മുറ്റത്തേക്കിറങ്ങി. പെട്ടെന്ന് ദേവമ്മ ഒന്ന് നിന്നു. വാതിൽപ്പടിയിൽ നിറമിഴികളോടെ നിൽക്കുന്ന കാർത്തുവിനെ കണ്ടു. അവർ കാർത്തുവിൻ്റെ അരികിലേക്ക് വന്നു. മോള് വരുന്നില്ലേ? കുനിഞ്ഞ മുഖത്തോടെ നിന്നതല്ലാതെ അവൾ ഒരു മറുപടിയും പറഞ്ഞില്ല. അവൾ വരുന്നില്ലമ്മേ, നമുക്ക് പോകാം, ധരൻ പറഞ്ഞു. അതെങ്ങനെ ശരിയാവും? നീ താലി കെട്ടിയ പെണ്ണല്ലേ. ഇനി കാർത്തു കഴിയേണ്ടത് നിൻ്റെയും ദേവമ്മയുടെയും ഒപ്പമാണ്. ലക്ഷ്മി ധരൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കി. മറുത്തൊന്നും പറയാതെ അവൻ ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത്. കാർത്തൂന് നെഞ്ചു വിങ്ങി. തന്നെ ഒന്ന് കൂടെ വരാൻ വിളിച്ചില്ലല്ലോ. അപ്പം തന്നോട് ഇഷ്ടമൊന്നും ഇല്ലായിരുന്നല്ലേ? എന്നെയും പറ്റിക്കുമായിരുന്നോ? കവളിനെ തലോടി കണ്ണീരൊലിച്ചിറങ്ങി. മോളെ, ലക്ഷ്മി പറഞ്ഞ പോലെ നീ ഇനി ജീവിക്കേണ്ടത് എൻ്റെ മോൻ്റെ കൂടെയാണ്. വരൂ കുട്ടി. ദേവമ്മ വന്ന് അവളെ കൈക്ക് പിടിച്ചിറക്കി. നാരായണനും വിമലയും മറ്റാരും ഒരക്ഷരം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ വീട്ടിൽ നിൽക്കുകയാണ്. നാളത്തെ മോതിരമാറ്റത്തിന് വേണ്ടി അലങ്കരിച്ച പന്തലും കസേരകളും മണ്ഡപവും ഇറങ്ങിപ്പോകുമ്പോൾ കാർത്തു കണ്ടു. അമ്മയും കൂട്ടി നേരെ ടൗണിലുള്ള ഒരു ഷോപ്പിലേക്കാണ് പോയത്. അവർക്ക് ആവശ്യത്തിനുള്ള തുണിയും മറ്റ് സാധനങ്ങളുമെല്ലാം വാങ്ങിക്കൂട്ടുകയാണ്. കൂടുതലും നേരിയതും മുണ്ടുമൊക്കെയാണ് അവൻ മേടിച്ചത്. ഇത് നോക്കിയമ്മേ, ഇഷ്ടായോ? ഈ കളർ എങ്ങനെയുണ്ട്? ഇതിന് ഏത് ബ്ലൗസാണ് വേണ്ടത്? 100,000 ചോദ്യങ്ങൾ അവൻ ചോദിക്കുകയാണ്. മോൻ്റെ ഇഷ്ടം നോക്കി മേടിച്ചോ. അവർ പുഞ്ചിരിച്ചു. ദേവമ്മയ്ക്ക് മേടിച്ച ഒപ്പം തന്നെ അവൻ ലക്ഷ്മിയമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ഛനുമൊക്കെ വാങ്ങി. എല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് ദേവമ്മ കാർത്തൂൻ്റെ കാര്യം ഓർത്തത്. മോനെ, എന്താമ്മേ? കാർത്തുമോള് അവക്കൊന്നും വാങ്ങിയില്ലല്ലോ. അവക്കെന്ത് വാങ്ങാൻ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ. അങ്ങനെ പറയാതെ കുട്ടി,
അവൾക്ക് ഒരു ജോഡി ഡ്രസ്സ് പോലും ഇല്ല, കുളിച്ചു മാറണമെങ്കിൽ പോലും. ദേവമ്മയാണെങ്കിൽ സെയിൽസ് ഗേളിനെ വിളിച്ചു. എന്നിട്ട് കാർത്തൂൻ്റെ അളവ് പറഞ്ഞു കൊടുത്തു. അവൾക്ക് വേണ്ടി 4-5 ടോപ്പുകളും ചുരിദാറും പിന്നെ സെറ്റും മുണ്ടും ധാവണിയും ഒക്കെ വാങ്ങിച്ചു കൂട്ടി. 3-4 ഷർട്ടും മുണ്ടും ധരനും കൂടി എടുത്തു. രണ്ടാളും വീട്ടിലെത്തിയപ്പോൾ 10 മണി ആവാറായി. ലക്ഷ്മി വന്നു വാതിൽ തുറന്നു. ധരനാണ് അവർക്കൊക്കെയുള്ള ഡ്രസ്സ് കൊടുത്തത്. ഇതെന്തിനാ മോനെ ഞങ്ങൾക്ക് കൂടി മേടിച്ചത്? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊന്നും സാരമില്ല ലക്ഷ്മിയമ്മേ, ഇതൊക്കെ ഇഷ്ടമായ നോക്കി. അവൻ മേടിച്ചതെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചു. കാർത്തുമോളെവിടെ? ദേവമ്മ തിരക്കി. ആ കുട്ടി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോലും ഇറങ്ങിയില്ല. സങ്കടപ്പെട്ടിരിപ്പാണ് മോൻ്റെ മുറിയിൽ. അത് കേട്ടതും ധരൻ വേഗത്തിൽ സ്റ്റെപ്സ് കയറി മുകളിലേക്ക് പോയി. വാതിൽ തുറന്നപ്പോൾ കണ്ടു നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കുന്ന കാർത്തുവിനെ. ധരൻ വന്നതുപോലും അവൾ അറിഞ്ഞിരുന്നില്ല. ഡി അവൻ ഒരൊറ്റ അലർച്ചയായിരുന്നു. പെട്ടെന്ന് അവൾ ചാടിപ്പിരണ്ട് എഴുന്നേറ്റു. നിന്നെ ഇവിടെ കെട്ടിലമ്മയ്ക്ക് വാഴിക്കാനല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ താലിയുടെ കണക്കും പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് ഒരിക്കൽ പോലും വരികയും വേണ്ട. കേട്ടോ പറഞ്ഞത്? അവൾ തലയാട്ടി. നിന്നെ അവിടെ നിന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ നീ എന്താടി പറഞ്ഞേ? എന്നെ ഇഷ്ടമല്ലെന്നും എന്നോട് ഇറങ്ങിപ്പോകാനുമല്ലേ? അവളോട് കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ധരൻ ചോദിച്ചു. കാർത്തു ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അല്ലെങ്കിലും അവൻ്റെ മക്കളല്ലേ നീ? ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, അവനിട്ടൊന്ന് പണിയാൻ വേണ്ടിയായിരുന്നു ഞാൻ ഈ നാടകമൊക്കെ കളിച്ചത്. നിൻ്റെ മോതിരമാറ്റം മുടങ്ങണം. എല്ലാവരുടെയും മുന്നിൽ നിൻ്റെ തന്തയും ആ ചെറ്റ കൂട്ടങ്ങളും നാണം കെടണം. അത്ര തന്നെ. അതുകൊണ്ട് ഈ താലിയുടെ ബന്ധം പറഞ്ഞ് നീ ഇവിടെ തുടരണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടുന്ന് ഇറങ്ങിപ്പോകാം. ആരും നിനക്ക് ഒരു തടസ്സമാകില്ല. അതിന് മറുപടിയൊന്നും പറയാതെ കാർത്തു മുഖം കുനിച്ച് നിന്നു. എന്താടി, നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? അതോ തന്തയുടെ കെട്ട സ്വഭാവം ഇറക്കാനാണോടി? അവന് ദേഷ്യം തോന്നി. ധരൻ പറയും പോലെ ഞാൻ ചെയ്തോളാം. ഒടുവിൽ അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഗുഡ്, നീ നാരായണൻ്റെ മകൾ തന്നെ. അവൻ അവളെ നോക്കി പുച്ഛിച്ചു. നിന്റെ തന്തയോടുള്ള കണക്ക് തീർക്കുവാനായി ഈശ്വരനായിട്ട് കാട്ടിത്തന്നതാടി നിന്നെ എനിക്ക്. അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിന്നു, എവിടേക്കും പോകണ്ട. ചുണ്ട് കൂട്ടി പറഞ്ഞുകൊണ്ട് അവൻ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എല്ലാം കേട്ട് നിറമിഴികളോടെ നിൽക്കാൻ മാത്രം കാർത്തൂന് കഴിഞ്ഞുള്ളൂ. ധരൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ താൻ വിധിക്കപ്പെട്ടവളാണ്. കാരണം ധരൻ തൻ്റെ കുടുംബനിമിത്തം അത്രമേൽ ദുഃഖിച്ച വ്യക്തിയാണ്. മോളെ കാർത്തു. ദേവമ്മ അവളുടെ അരികിലേക്ക് വന്നു. എന്താ ദേവമ്മേ? ചെന്ന് കുളിച്ചിട്ട് ഈ വേഷമൊക്കെ മാറ്. ആകെ വല്ലാതായിരിക്കും നിൻ്റെ കുട്ടി. അവരാണെങ്കിൽ കാർത്തുവിന് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന കവർ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ഇതൊക്കെ എന്താണ് ദേവമ്മേ? മോൾക്കായി വാങ്ങിയതാ. നോക്കിയേ, ഇഷ്ടമായോന്ന്? ഇഷ്ടമായി ദേവമ്മേ. അവളതെല്ലാം കൂടി എടുത്ത് മേശമേൽ വെച്ചു. എന്നിട്ട് ദേവമ്മയുടെ കാൽക്കിലേക്ക് വീണു. പൊട്ടിക്കരയുകയാണ്. എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, സത്യമായിട്ടും അറിയില്ലായിരുന്നു അമ്മേ. അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് അവൾ വിതുമ്പി. ദേവമ്മ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും അവരും കരഞ്ഞു പോയിരുന്നു. ഒക്കെ എൻ്റെ വിധിയാണ് കുട്ടി, അനുഭവിച്ചല്ലേ മതിയാവൂ. എന്നാലും സ്വന്തം മകനെ ഓർത്ത് ഇത്ര നാളും എല്ലാം ഉള്ളിലൊതുക്കി ആരോടും ഒരു പരാതി പോലും പറയാതെ അവരുടെ നെഞ്ചിലേക്ക് കിടന്ന് പൊട്ടിക്കരയുകയാണ് കാർത്തു. ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെയാണേലും ശരി എൻ്റെ മോൻ സന്തോഷത്തോടെ കഴിയണേ എന്നൊരു പ്രാർത്ഥന മാത്രമുള്ളായിരുന്നു. ഈശ്വരനത് കേട്ടു. അതുകൊണ്ടല്ലേ എനിക്കെൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. നെഞ്ചു പൊട്ടിപ്പറയുന്ന ദേവമ്മയുടെ അടുത്തേക്ക് ധരൻ കടന്നു വന്നു. അമ്മേ. അവൻ വിളിച്ചപ്പോഴേക്കും കാർത്തു ദേവമ്മയിൽ നിന്നകന്നു. 22 വർഷം എൻ്റെ അമ്മ കരഞ്ഞു. ഇനി ഒരിക്കലും എനിക്ക് ശ്വാസമുള്ളിടത്തോളം കാലം എൻ്റെ അമ്മയുടെ കണ്ണ് നിറയാൻ ഇടവരരുതെന്ന് മാത്രമേ എനിക്ക് ഈശ്വരനോടൊരു പ്രാർത്ഥനയുള്ളൂ. അതുകൊണ്ട് എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് അമ്മ എന്നോടൊപ്പം ഇനിയുള്ള കാലം സന്തോഷത്തോടെ കഴിയണം.
അവരുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ധരൻ അവരെ ചേർത്ത് പിടിച്ചു. തിരിച്ചാ അമ്മ അവൻ്റെ ഇരു കവളിലും മാറി മാറി ചുംബിച്ചു. എൻ്റെ പൊന്നുമോനെ. അമ്മയ്ക്ക് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. എൻ്റെ മകനെ ഈശ്വരൻ എൻ്റെ മുന്നിൽ എത്തിച്ചുവെന്ന്. ഗുരുവായൂരപ്പനാണ് നിന്നെ വീണ്ടും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. കണ്ണടയും മുമ്പ് ഒരിക്കലെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാട്ടിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ലായിരുന്നു. മോൻ്റെ പക്കപ്പിറന്നാൾ തോറും അമ്പലത്തിൽ പോയി പുഷ്പാഞ്ജലി കഴിപ്പിച്ച് കണ്ണീരോട് ഞാൻ ഇറങ്ങും. എൻ്റെ കുട്ടിക്ക് നല്ലത് മാത്രം വരുത്തണമെന്ന് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വരനത് കേട്ടല്ലോ. എനിക്കത് മാത്രം മതി. ഈ നിമിഷം മരിച്ചു വീണാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ മകനെ ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ. അവർ പിന്നെയും കണ്ണുനീർ തുടച്ചു. ലക്ഷ്മി വന്ന് അവരെ 3 പേരെയും അത്താഴം കഴിക്കാൻ വിളിച്ചു. കാർത്തു വിസമ്മതിച്ചെങ്കിലും ദേവമ്മ അവളെ കൂട്ടിക്കൊണ്ടുപോയി. മോൾ എവിടെയാണ് ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ലക്ഷ്മി അവളെ പിടിച്ച് ധരൻ്റെ അരികത്തായി ഇരുത്തി. അവനാണെങ്കിൽ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. ദേവമ്മേ, എന്താ ലക്ഷ്മി? കുട്ടികളുടെ കല്യാണം ഇങ്ങനെ പാത്തും പതുങ്ങി അല്ലല്ലോ നടത്തേണ്ടത്. 4 ആൾ അറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ? ദേവകിയമ്മ എന്തെങ്കിലും പറയും മുമ്പേ ധരൻ അതിനെ ഏർത്തു. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ലക്ഷ്മിയമ്മേ. ഞാനൊട്ട് സമ്മതിക്കുകയില്ല. അങ്ങനെ പറഞ്ഞാൽ ഒക്കില്ല. മോനെ, അമ്മയുടെ കുടുംബക്ഷേത്രമാണ് ഇല്ലത്തപ്പൻകാവ്. അവിടെ പോയി താലി പൂജിച്ച് കാവലമ്മയുടെ മുന്നിൽ വെച്ച് ഒന്നുകൂടി അഗ്നിസാക്ഷിയായി നീ കാർത്തികയുടെ കഴുത്തിൽ താലി ചാർത്തണം. മേനോനും ലക്ഷ്മിയമ്മയും മുത്തശ്ശിയും എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. ധരൻ ആവുന്നത്ര ശ്രമിച്ചെങ്കിലും എല്ലാം വിഫലമായി. ദേഷ്യം കൊണ്ട് അവൻ്റെ ചുണ്ടുകൾ വിറച്ചു. കാർത്തു മാത്രം ഒരഭിപ്രായവും പറയാതെ കഴിച്ചിരുന്ന പാത്രത്തിലേക്ക് നോക്കിയിരിക്കുകയാണ്. സമയം ഒരുപാടായിരിക്കുന്നു. ദേവമ്മയ്ക്ക് വേണ്ടി താഴത്തെ നിലയിൽ ഒരു മുറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ലക്ഷ്മി അവരെ അവിടേക്ക് കൊണ്ടുപോയി. ചേച്ചി, ഞാനൊരു സംശയം ചോദിക്കട്ടെ? ലക്ഷ്മി ശബ്ദം താഴ്ത്തിയപ്പോൾ ദേവമ്മ അവരെ ആകാംക്ഷയോടെ നോക്കി. അത് പിന്നെ ചേച്ചി, കാവിൽ വെച്ച് താലികെട്ട് നടത്തിയ ശേഷം 2 ആൾ ഒരുമിച്ച് കിടന്നാൽ പോരെ? അതോ? എൻ്റെ ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. അപ്പോഴാണ് ദേവകിയും അതിനെപ്പറ്റി ആലോചിച്ചത്. ലക്ഷ്മി കാര്യം മേനോനോട് അവതരിപ്പിച്ചു. അയാൾ പക്ഷേ ലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. എത്ര ദിവസമായിട്ട് ധരൻ്റെ താലി അണിഞ്ഞുകൊണ്ട് ആ വീട്ടിൽ കഴിയുന്നു. ഒരു മുഹൂർത്തവും നോക്കാതെ, ഒരമ്പലത്തിലും പോകാതെ അവൻ അവളെ താലി ചാർത്തിയിട്ട് ഇത്ര ദിവസങ്ങൾ പിന്നിട്ടു. അന്നേരമാ നിൻ്റെ ഒരു വർത്താനം. കുട്ടികൾ 2 ആളും സ്നേഹത്തോടെ അവിടെ കഴിയട്ടെ. തന്നെയുമല്ല, ധരനാണെങ്കിൽ ഇന്നാകെ തകർന്ന മട്ടിലാണ്. ആ സമയത്ത് അവൻ എപ്പോഴും കാർത്തൂൻ്റെ സപ്പോർട്ട് ആവശ്യമാണ്. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് ലക്ഷ്മിക്കും തോന്നി. അവരത് പറഞ്ഞപ്പോൾ ദേവകി അതിനോട് അനുകൂലിച്ചു. തന്തയുടെ സ്വഭാവം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ചിലവാകില്ല, പറഞ്ഞേക്കാം ഞാൻ. ധരൻ ബക്ക്ഷീറ്റെടുത്ത് തട്ടിക്കുടയുകയാണ്. എന്താടി, കഴുത്തിന് ചുറ്റും നാക്കായിരുന്നല്ലോ, എന്നിട്ടിപ്പോൾ എവിടെ പോയി? അവൻ കാർത്തുവിനെ പുച്ഛത്തോടെ നോക്കി. എന്നെ രക്ഷിക്കണമെന്ന് ഈ നെഞ്ചിൽ കിടന്ന് കരഞ്ഞു പറഞ്ഞോളല്ലേ നീ? എന്നിട്ട് ഞാൻ വന്നപ്പോൾ നീ നിൻ്റെ തനിക്കൊണം ഇറക്കി അല്ലേടി? അവനെ ക്ഷോഭം കൊണ്ട് വിറച്ചു. മറുപടി ഒന്നും പറയാതെ നിൽക്കുന്നവളെ കാണും തോറും അവന് കലി കയറി. നിന്റെ തന്ത തന്ന ഓരോ അടിയും, അയാൾ വേദനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഓരോ വാക്കും ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടടി. തെരുവിലെ നായോട് പോലും ഇത്രമാത്രം ക്രൂരതയാരും കാണിക്കില്ല. കിതച്ചുകൊണ്ട് പറയുകയാണ് ധരൻ. എൻ്റെ അമ്മയില്ലാത്ത തക്കം നോക്കി തന്തയില്ലാത്തവനാണെന്ന് പറഞ്ഞ് അയാൾ ചൂടുവെള്ളവൻ്റെ ദേഹത്തൊഴിച്ചു. എന്നിട്ട് ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് തൻ്റെ മാർവാടികൾക്ക് വിറ്റു. 4 ദിവസം പട്ടിണി കിടന്നു. തെരുവിലൂടെ ഭിക്ഷയെടുത്തു. അറിയുപൊടി നിനക്ക്? കാർത്തുവിൻ്റെ കണ്ണുനീർ ചാലുപോലെ ഒഴുകി. വെറും 6 വയസ്സുള്ള ഒരു കുട്ടിയോട് ചെയ്തതാ നിൻ്റെ തന്ത. എന്ത് തെറ്റാടി എൻ്റെ പാവം പിടിച്ച അമ്മ ചെയ്തത്? നിൻ്റെ മുത്തശ്ശിയില്ലേ, അവരുടെ അന്ത്യം എൻ്റെ കൈകൊണ്ടാവാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചോ? പക്ഷെ എല്ലാത്തിനും പകരം വീട്ടു ഞാൻ. ഉറപ്പായിട്ടും പകരം വീട്ടു. ധരനാണെങ്കിൽ ബെഡിലേക്ക് കയറിക്കിടന്നു. കാത്തു ഒന്നും മിണ്ടാതെ കൊണ്ട് അതേ നിൽപ്പ് തുടർന്നു. അവൻ അവളെയൊന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല.
കുറച്ചു സമയം അതേ നിൽപ്പ് തുടർന്നിട്ട് കാർത്തു വാതിൽ തുറക്കാനായി നടന്നു. ധരൻ്റെ അലർച്ച കേട്ടതും കാർത്തു ഞെട്ടിത്തിരിഞ്ഞു. എങ്ങോട്ടെഴുന്നള്ളൂ അടി നീയ? അവൻ ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് വന്നു. അത് പിന്നെ ഞാൻ ദേവമ്മ. അവളെ വെക്കി. ധരൻ അവളുടെ കണ്ണുകളിലേക്ക് തുറച്ചു നോക്കിയതും കാർത്തു മുഖം താഴ്ത്തി. അമ്മയുടെ കൂടെയാണോ നീ ഇന്നും കിടന്നത്? അല്ല എന്ന് അവൾ ചുമൽ കൂപ്പി. പിന്നെന്താ, എന്നെ നാണം കെടുത്താനാണോടി? അല്ല. പിന്നെ? അത് ധരന് ബുദ്ധിമുട്ടാവുമെന്നോർത്തു. ഒന്ന് കിടക്കടി മര്യാദയ്ക്ക്. പല്ല് ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പിന്നീട് ഒന്നും പറയാതെ കാർത്തു ബെഡിലേക്ക് പോയി ശ്വാസം അടക്കി പിടിച്ചു കിടന്നു. മറുപുറം തിരിഞ്ഞു കിടക്കുന്നവളെ നോക്കി ധരനും കിടന്നു. തുടരും.